വണക്കം മക്കളെ, വെൽക്കം ബാക്ക് ആഫ്റ്റർ എ സ്മോൾ ബ്രേക്ക്. അപ്പൊ നമ്മള് തഗ് ലൈഫ് എന്ന സിനിമയെ കുറിച്ചിട്ടാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. തഗ് ലൈഫ് എന്ന സിനിമ തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ആകാംക്ഷയോടെ മോസ്റ്റ് ആൻസിപ്പേറ്റഡ് മൂവി തന്നെ പറയാം തമിഴ് ഇൻഡസ്ട്രിയിൽ. കമൽഹാസൻ, മണിരത്നം, ചിമ്പു, തൃഷ അങ്ങനെ തുടങ്ങിയ വലിയ താരനിരകളാണ്. ഏതായാലും മണിരത്നം ഫിലിമാണ്, മണിരത്നം കമൽഹാസൻ ഫിലിം. അത് തന്നെ മതി അതിന്റെ ഒരു ഹൈപ്പ് ഏറ്റവും കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ട്. സോ അതിന്റെ ടീസർ, ഗ്ലിംസ്, അതിന്റെ കുറച്ച് സോങ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങി ഒരു 1 hour 1.5 2 hours മുമ്പേ. ഏതായാലും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് പോയി കണ്ട് വന്ന് സംസാരിക്കാം. സോ ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക് ടു ബാൾട്ട് ആൻഡ് ബിയേർഡ് റിയാക്ട്സ്. ഉലക നായകൻ മണിരത്നം, തഗ് ലൈഫ് ഹിയർ മാൻ. ഓ தக் லைஃப் official trailer. நீ என் உயிரை காப்பாத்துறவன். கேமரால சூப்பரான யமங்கிட்ட இருந்து என்ன மீட் எடுத்தவன். உன் தலை எழுத்தையும் என் தலை எழுத்தையும் ஒன்னா எழுதி வச்சுட்டான். ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അജാതി സാധനമാണ്, നൈസാണ്. ഒരു മണിരത്നം ഫിലിം എന്ന് ചിലപ്പോൾ പറയാത്ത രീതിയിലാണ് സംഭവം എടുത്തത്. ഒരു ആക്ഷൻ ഡ്രാമ ആണ്, ഒരു ഗാങ്സ്റ്റർ സംഭവം. ഏതായാലും കാണാം ഒന്നുകൂടി. പഴയ സാധനം കടസി വരയ്ക്കും. കമൽഹാസൻ പ്രസൻസ്. ഓക്കെ, ഹിയർ കം ചിമ്പു, STR. நான் 8 அடி பாஞ்சா நீ 18 14 അച്ഛനും മോനും കേട്ടോ. கணக்குள்ள உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன், வெளியே அமரம் பாத்துக்குவான். ഗാങ്സ്റ്റർ அமரம் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கா? ஓ, எனக்கு எதுவும் சரியா படல. நீங்க இப்ப போக வேண்டாம். ஓ, மேடம், I am your only Adam. அவர் நம்ம வீடு தேடி வராது. ഓ, நாம தான் கையில் எடுத்துக்கணும். ആ ജോജു. ഓ man, come on. ரங்கராய சக்திவேல். Oh man, இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? man, wow. ജൂൺ 5. മോനെ വിൻവിളി നായക എന്ന് പറയുമ്പോഴില്ല മോനെ, ഗൂസ് ബംസ് എന്ന് പറഞ്ഞ വേറെ ലെവൽ സാധനം. ഫസ്റ്റ് ഓഫ് ഓൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് എവിടെയൊക്കെയോ നമ്മളെ പണ്ട് ഒരു ഗാങ്സ്റ്റർ സിനിമകൾ ഉണ്ടാവുള്ളൂ, ഒരുമാതിരി ഫാമിലി ബോണ്ടിങ്, ഫാമിലി റിലേഷൻഷിപ്പ്, അതേപോലെ മ്യൂസിക്കൽ എജ്ജാതി മ്യൂസിക്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നത് AR റഹ്മാൻ. അവസാനത്തെ മിൻവിളി നായക എന്നെല്ലാം പറയുന്ന സമയത്ത് നമ്മളൊരു ഒരു ഗ്ലിംസിൽ കണ്ടിട്ടുണ്ട്, പഴയ ആ ഒരു ക്ലീൻ ഷേവ് കമൽഹാസനെ കാണിക്കുന്ന ഒരു സംഭവം, ഒരു റേബാൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. കിടിലാൻ സാധനമാണ്. മണിരത്നത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കുറെ സാധനങ്ങളാണിത്. ആൻഡ് ദ എക്സ്പെക്ടേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് തന്നെ പറയാം. ഒരു ഗംഭീര ട്രെയിലർ. ഈ ഗംഭീര ട്രെയിലർ പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ആ മ്യൂസിക്, ഏറാമന്റെ മ്യൂസിക് ഉടൻ നീളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കമൽഹാസൻ എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിന്റെ കുറെ മുഖങ്ങൾ നമ്മൾ കണ്ടു. ഗാങ്സ്റ്റർ ആയിട്ട്, അച്ഛനായിട്ട്, ഭർത്താവായിട്ട്, അങ്ങനെ കുറെ. അത് ചിമ്പു, STRലെ എജ്ജാതി. ഏതൊരു പോസ്റ്റിൽ ഞാൻ വായിച്ച പോലെ ഇത് അച്ഛനും മകനും, അതായത് രംഗരായ സക്തിവേൽ എന്ന് പറഞ്ഞ കഥാപാത്രം പഴയൊരു ഡോൺ, അത് നമ്മുടെ കമൽഹാസൻ ചെയ്യുന്നു. കമൽഹാസൻ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത്, ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എതിർപക്ഷത്ത് ശത്രുവായിട്ട് വരുന്നത് സ്വന്തം മകൻ ആണ്. അതായത് ചിമ്പു കമൽഹാസൻ ഒരു ഈഗോ ക്ലാഷ് ഫൈറ്റ് സംഭവത്തിലേക്ക് പോകുന്നുണ്ട്. ആ സ്റ്റണ്ടും കാര്യത്തിൽ നമ്മൾ കണ്ടു. അത് അച്ഛൻ മകൻ കോമ്പോ പാസം, ഫാമിലി എല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്. അതിന് പുറമെ ഇതൊരു ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ പടം കൂടിയാവുന്ന സമയത്ത് മണിരത്നത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഐറ്റം വരുന്ന സമയത്ത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ നായകൻ എന്നെല്ലാം പറഞ്ഞ സിനിമ അജാതി ആ ഒരു മോഡലിലുള്ള ഒരു ടൈപ്പിലുള്ള സിനിമയാണ്, കണ്ടവർക്ക് അറിയാം.
1987 നായകൻ കഴിഞ്ഞിട്ട് ഇപ്പാണ് കമൽഹാസനും മണിരത്നവും കൂടി അഗെയിൻ ഒന്നിക്കുന്നത്. നായകൻ ലെവൽ വേറെ ലെവൽ. ഐ മീൻ ആ ഒരു ഫീല് ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കിട്ടുന്നുണ്ട് സംഭവം. ആൻഡ് റഹ്മാന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇജാതി മ്യൂസിക്. തൃഷയുണ്ട് ആൻഡ് ജോജു ജോർ. ജോജു ജോർജ് അഗെയിൻ നമ്മൾ റെട്രോയിൽ കണ്ടു. റെട്രോയിൽ ഇസ് ഓക്കെ, കൊടുത്ത സംഭവം ക്ലീൻ ആയി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് അഗെയിൻ ഒരു 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 സംഭവം, എന്താ പറയാ, ഒരു ഗാങ്സ്റ്റർ സംഭവം പിടിച്ചിട്ടാണ് മൂപ്പര് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഏതായാലും ജൂൺ 8 എന്ന് പറയുന്നത് വിട്ട് ജൂൺ 8 എന്ന് തോന്നുന്നു. ജൂൺ 8 പൊളി സാധനമായിരിക്കും. മണിരത്നം ടച്ചുള്ള ഒരു കമൽഹാസനും കൂടി ഉണ്ടാവുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ എന്തായാലും പീക്കിൽ തന്നെയാണ്. ആൻഡ് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതിന്റെ ഒരു ഒന്നും കൂടി അത് കൂടിയതേ പറയാൻ പറ്റൂ. ആൻഡ് എന്താ പറയാ, ഒരു ഫെസ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഒരു ഇതുണ്ട്. എന്തായാലും ഞാൻ PSI 1 and 2 ശേഷം അഗൈൻ മണിരത്നം. ഇതിന്റെ രചനാ സംവിധാനം കമൽഹാസനും ഉണ്ട് കേട്ടോ. കമൽഹാസനും ചെറിയൊരു പോർഷൻ അതിൽ ചെയ്യുന്നുണ്ട്. വിത്ത് അസോസിയേഷൻ വിത്ത് കമൽഹാസനാണ്. കമൽഹാസനാണ് നിർമ്മാണവും. അപ്പോൾ ഐ മീൻ എന്താ പറയാ, മണിരത്നവും കമൽഹാസനും കൂടി എഴുതി തയ്യാറാക്കിയ സംവിധാനം മണിരത്നം ഒബ്വിയസ്ലി. ആൻഡ് വെയിറ്റിംഗ് മക്കളെ, ഇത് തിയേറ്ററിൽ കാണാൻ പക്ക വെയിറ്റിംഗ് ആണ്, ഒരു രക്ഷയില്ല. രംഗറായ ശക്തിവേലിനെയും മകനെയൊക്കെ നമുക്ക് കാണാം. ഏതായാലും അപ്ഡേറ്റ്സ് വരട്ടെ, കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരട്ടെ. എന്തായാലും പടം എന്തായാലും പക്ക തിയേറ്റർ വാച്ചാണ്. ഇത് OTT ഫിലിമും കാര്യങ്ങളൊന്നുമല്ല, പക്ക തിയേറ്റർ വാച്ച് തന്നെയാണ്. എന്തായാലും ജൂൺ 8 തിയേറ്ററിൽ പോയി കണ്ട് ബാക്കി സംസാരിക്കാം. സോ ദാറ്റ്സ് ഓൾ. രംഗറായ ശക്തിവേൽ വരട്ടെ, വരുമ്പോൾ കാണാം. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഈസ് ബാൾട്ട് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.